ഈശ്വംശയ്ക്കും സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങളെക്കുറിച്ചാണ്. ഈ തിരുവചന ഭാഗങ്ങളെ മൂന്നായി നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് സ്വർഗരാജ്യത്തിലാണ് നിക്ഷേപം വേണ്ടത്, ഭൂമിയിൽ അല്ല എന്നാണ്. നമ്മുടെ നിക്ഷേപം ഭൂമിയിലാണെങ്കിൽ നമ്മുടെ നിക്ഷേപം തുരുമ്പെടുത്തു പോകും, നശിച്ചു പോകും, അല്ലെങ്കിൽ കള്ളന്മാർ വന്ന് അത് എടുത്തുകൊണ്ട് പോകും. എന്നാൽ നമ്മുടെ നിക്ഷേപം സ്വർഗരാജ്യത്തിലാണെങ്കിൽ ആർക്കും അത് തട്ടിയെടുക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഭൂമിയിലെ നമ്മുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് ഒട്ടും തന്നെ വിവരിക്കേണ്ട ആവശ്യമില്ല. കാരണം സമ്പത്തും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഭൂമിയിലെ നിക്ഷേപമാണ്. എന്നാൽ സ്വർഗരാജ്യത്തിലെ നിക്ഷേപം എന്താണ്? അതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. നാം നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ എന്തു സമ്പാദിക്കുന്നു, അതാണ് നമ്മുടെ സ്വർഗരാജ്യത്തിലെ നിക്ഷേപം. അതായത് ദൈവസ്നേഹം, അത് എങ്ങനെ നമ്മുടെ വിശ്വാസം വളർത്തുന്നു, അതുപോലെ തന്നെ പരസ്പര സ്നേഹത്തിൽ നാം സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത എവിടെയാണ്, ഇതെല്ലാമാണ് നാം സ്വർഗത്തിലെ സമ്പാദ്യത്തിനു വേണ്ടി ചിന്തിക്കേണ്ട വിഷയങ്ങൾ. നാം ദാനധർമ്മം ചെയ്യുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും പരസ്പരം മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും എല്ലാം നാം സ്വർഗരാജ്യത്തിലാണ് നിക്ഷേപങ്ങൾ കൂട്ടിവെക്കുന്നത്. ഈ നിക്ഷേപം ഉണ്ടാകണമെന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നത്. അടുത്തതായി നാം ചിന്തിക്കുന്നത് ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ് എന്നുള്ളതാണ്. അതായത് നാം കണ്ണിലൂടെ എന്ത് കാണുന്നു അത് നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. അപ്പോൾ നാം എന്താണ് കണ്ണിൽ കാണേണ്ടത്? നന്മയായിരിക്കണം കണ്ണിൽ കാണേണ്ടത്. അതായത് മറ്റുള്ളവരിലെ നന്മ കാണാനും അതനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയണം. ഒരു വ്യക്തിയിൽ നന്മയും ഉണ്ടാകും, തിന്മയും ഉണ്ടാകും. എന്നാൽ തിന്മയെ വിലയിരുത്തി നാം അവരോട് സംസാരിക്കാനോ സ്നേഹിക്കുവാനോ പോയാൽ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നാം കാണേണ്ടത് അവരുടെ ഉള്ളിലെ നന്മയെയാണ്. ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അതിലെ നല്ല വശങ്ങളെ കണ്ടെത്തുവാനും നന്മ മാത്രം ചിന്തിക്കുവാനും നമുക്ക് കഴിയണം. നാം നന്മ കാണുമ്പോൾ നമുക്ക് നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും, നന്മ പ്രവർത്തിക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നത്. മൂന്നാമത്തെ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരേ സമയം രണ്ട് കാര്യങ്ങളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും കൂടുതൽ നാം പറയുന്നത് നാം ഇവിടെ നമ്മുടെ ഭൂമിയിൽ വച്ചിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും സ്ഥാനം നൽകേണ്ടതും ദൈവത്തിനായിരിക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി നമ്മുടെ ജീവിതത്തിലൂടെ നാം മുന്നോട്ട് പോകണം. ഇവിടെ ഒന്നാം സ്ഥാനം ദൈവത്തിന് നാം നൽകുമ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നാം എത്തപ്പെടും. കാരണം അപ്പോൾ മറ്റുള്ളവരിലെ നന്മയെ കാണാനും നന്മയെക്കുറിച്ച് ചിന്തിക്കുവാനും മറ്റുള്ളവരോട് നന്മ പ്രവർത്തിക്കുവാനും നാം കഴിയും. അങ്ങനെ നാം നന്മ പ്രവർത്തിക്കുമ്പോൾ നാം ഒന്നാമത്തെ കാര്യത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ സമ്പാദ്യമുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യത്തേതിൽ നിന്ന് നാം തുടങ്ങുമ്പോൾ അവസാനത്തേതിൽ നിന്നും നാം തുടങ്ങി ഏറ്റവും ആദ്യത്തിലേക്ക് നാം എത്തിച്ചേരും. ഇങ്ങനെ ഈ നോമ്പ് കാലത്ത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവരിലെ നന്മ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ സമ്പാദ്യം ഉണ്ടാക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ദൈവം ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിൽ ഓരോരുത്തരും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി.